ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു പുട്ടാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ഇത് കപ്പ പുട്ടാണ് കേട്ടോ. നമ്മൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കപ്പ ഉപയോഗിച്ച് നാടൻ രീതിയിൽ തയ്യാറാക്കുന്ന നമ്മുടെ നാടൻ കപ്പപ്പുട്ട്. അപ്പോൾ നമുക്കിത് റെസ്റ്റോറൻറ്റുകളിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പ്രത്യേകിച്ച് നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കപ്പപ്പുട്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് എങ്ങനെയാണ് കപ്പപ്പുട്ട് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ കപ്പ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ തേങ്ങ ചിരവ് ചെയ്തെടുത്തിട്ടുണ്ട്, പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. പുട്ടുപൊടി ആയാലും അപ്പത്തിൻ്റെ പൊടി ആയാലും കുഴപ്പമില്ല കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ള വറുത്ത അരിപ്പൊടി ഏതാണെന്ന് വെച്ചാൽ അതെടുക്കുക. അപ്പോൾ ഇതൊരു 1.5 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. 1.5 കിലോ കപ്പയിലേക്കായിട്ട് 6 ടേബിൾ സ്പൂണാണ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ളത്. അത് കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം, പക്ഷേ അരിപ്പൊടി ചേർത്താലേ നമ്മുടെ കപ്പപ്പുട്ട് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ ഉണക്കക്കപ്പ ഉപയോഗിച്ചിട്ടും പുട്ടുണ്ടാക്കാം. അത് നമ്മൾ പിന്നീട് ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഉണക്കക്കപ്പ പൊടിച്ചെടുത്തിട്ട് പുട്ടുണ്ടാക്കുന്ന രീതി. പിന്നെ തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. തേങ്ങ നിർബന്ധമാണ് ചേർക്കണം എന്നുള്ളത്. കുറച്ചധികം തന്നെ ചേർക്കുക. കുറച്ച് ചേർത്തിട്ടുണ്ടെങ്കിൽ പുട്ടിന് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. തേങ്ങ കൂടുതൽ ചേർക്കുന്നതോറും പുട്ടിൻ്റെ ടേസ്റ്റ് കൂടും. പ്രത്യേകിച്ച് കപ്പപ്പുട്ട് ഗോതമ്പ് പുട്ടൊക്കെ ചെയ്യുമ്പോൾ തേങ്ങ കൂടുതൽ ചേർത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പയൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുക്കട്ടെ. പ്ലേറ്റിലേക്ക് നമുക്ക് ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യാം. ഗ്രേറ്ററിൻ്റെ വലിയ ഹോളുള്ള പോർഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്കിലേ നമുക്ക് കറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വലത് കൈ കൊണ്ട് ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഹെൽപ്പ് ചെയ്യാൻ ഗ്രേറ്റ് ചെയ്യാനായിട്ട്. കപ്പയുടെ ആ നാരും വേരും ഒക്കെ ഉണ്ടല്ലോ. കപ്പ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ കപ്പയുടെ വേരൊന്നുമല്ലേ പറയാം, സ്ലിപ്പായി കളിക്കാതിരിക്കാൻ നമുക്ക് ഇതിൻ്റെ അടിയിലൊരു മാറ്റ് ഇട്ട് കൊടുക്കാം. കപ്പയുടെ വേരൊക്കെ നമ്മൾ ഗ്രേറ്റ് ചെയ്യുമ്പോൾ പൊങ്ങി വരും. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇല്ലെങ്കിൽ നമ്മുടെ ഗ്രേറ്ററിൽ തടയുമ്പോൾ അത് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താലാണ് ഈ കപ്പപ്പുട്ട് പെർഫെക്റ്റ് ആവുള്ളൂ. പിന്നെ കപ്പ വേവിച്ചിട്ട് പുട്ടുണ്ടാക്കുന്ന രീതിയുണ്ട്. അതിനേക്കാൾ ഈസി നമുക്ക് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കുന്നതാണ്. അധികം സമയം എടുക്കില്ലല്ലോ. അപ്പോൾ നിങ്ങളെല്ലാവരും കപ്പ ഇപ്പം എല്ലായിടത്തും അവൈലബിൾ ആണ്, എപ്പോഴും കിട്ടുന്നതാണ്. കപ്പയ്ക്ക് വളരെ വില കുറവാണ്. അപ്പോൾ കപ്പ വാങ്ങിച്ചിട്ട് ഈ ഒരു പുട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും രാത്രി ഡിന്നറിനാണെങ്കിലും വൈകിട്ട് ചായക്ക് കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല പെർഫെക്റ്റ് പുട്ടാണ്. വളരെ ഹെൽത്തിയാണ്. എല്ലാവർക്കും കപ്പ എന്ന് പറയുമ്പോൾ ഇഷ്ടമായിരിക്കും. പിന്നെ ഒരു മീൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതലല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നല്ല അടിപൊളി കപ്പ ആണെങ്കിൽ മൂവാറ്റുപുഴ പോയാൽ മതി. ആർക്കാണെങ്കിലും അവിടെ പോയാൽ അടിപൊളി. നമ്മളിപ്പോ കപ്പ മൂവാറ്റുപുഴന്നാണ് വാങ്ങിച്ചിട്ട് വന്നിട്ടുള്ളത്. ഞാൻ മൂവാറ്റുപുഴ വരും പോയിട്ട് തിരിച്ചു വന്നില്ലേ. അപ്പൊ അത് കാരണം വരുന്ന വഴിക്ക് മേടിച്ചിട്ട് വന്നു മൂവാറ്റുപുഴ. അപ്പോൾ കൊണ്ടുവന്നപ്പോൾ തന്നെ എന്തായാലും കപ്പപ്പുട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്ത് കഴിയുമ്പോൾ നമ്മളൊന്ന് പിഴിഞ്ഞെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലെങ്കിൽ കപ്പയുടെ ആ കട്ട് ഉണ്ടെന്ന് പറയില്ലേ, ചില കപ്പയ്ക്ക് ചെറിയ കയ്പുണ്ടാവും, ചില കപ്പയ്ക്ക് കയ്പുണ്ടാവില്ലെങ്കിലും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ കപ്പയിലെ വെള്ളത്തിൻ്റെ അംശവും കുറയും. നമ്മൾ പുട്ടിലേക്ക് വെള്ളം ചേർക്കാൻ വേണ്ട. നമ്മൾ മൂവാറ്റുപുഴ കൊണ്ട് മേടിച്ചപ്പോൾ കയ്പൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല അടിപൊളി കപ്പയായിരുന്നു. നല്ല കപ്പയായിരുന്നു. മൂവാറ്റുപുഴയിൽ നിന്ന് ഞങ്ങൾ ഇതിന് മുന്നേ കപ്പ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് ഞാൻ ഏതോ റെസിപ്പി ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവാറ്റുപുഴയിൽ നിന്ന് വാങ്ങിച്ച കപ്പയാണെന്ന്. അപ്പോൾ മൂവാറ്റുപുഴ റൂട്ടിൽ പോവുകയാണെങ്കിൽ എല്ലാവരും കപ്പ വാങ്ങിച്ചോളൂ കേട്ടോ. റോഡ് സൈഡിൽ ഇങ്ങനെ പല സ്ഥലത്തായിട്ട് കപ്പ വെക്കുന്നുണ്ട്. പിന്നെ ചട്ടി ഭരണിയൊക്കെ വെക്കാൻ പറ്റും. ഞങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ അടുത്തടുത്ത വീഡിയോ പുറകെ വരുന്നതായിരിക്കും കേട്ടോ. ചട്ടി വാങ്ങിച്ചു. പിന്നെ വൈനിടാൻ വേണ്ടിയിട്ട് ഭരണി, ഓട്ടട ഉണ്ടാക്കാനുള്ള ചട്ടി എല്ലാം മേടിച്ചിട്ടുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല, സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ തനിച്ചു പോയതുകൊണ്ട് വീഡിയോ എടുക്കായിരുന്നു. മീഡിയം കൂടി ഉണ്ടായിരുന്നെങ്കിൽ വീഡിയോ എടുത്തായിരുന്നു. ഞാൻ തനിച്ചല്ല, ഞാൻ ഷെമീറും കൂടെ പോയത്. അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മുടെ കപ്പ ഗ്രേറ്റ് ചെയ്ത് കഴിയാറായിട്ടുണ്ട് ഒരെണ്ണം. ഇത് മുഴുവൻ ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അടുത്തതും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ പയർ കറി ആണെങ്കിലും വെജിറ്റബിൾ കറി ആണെങ്കിലും ഒക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ് കേട്ടോ. മീൻ കറി തന്നെ വേണമെന്നില്ല, ചിക്കൻ ആണെങ്കിലും കുഴപ്പമില്ല. നോൺ വെജ് കറികളും വെജ് കറികളും ഏത് വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ് കപ്പയുടെ കൂടെ. നിങ്ങൾ കപ്പ പുഴുങ്ങിയിട്ട് എന്തിൻ്റെയൊക്കെ കൂടെ ചേർത്ത് കഴിക്കുമെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ കൂടെ നമ്മുടെ കപ്പ പുട്ടും കഴിക്കാവുന്നതാണ്. അടുത്ത കപ്പയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഒരെണ്ണം ഗ്രേറ്റ് ചെയ്ത് നമ്മൾ ഗ്രേറ്റർ ഒന്ന് പൊക്കിയപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ പൊക്കി കാണിച്ചു തരാം കേട്ടോ. ഞാൻ നല്ല ഭംഗിയാണ്. ഈ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ആയി കിട്ടുക. സാധാരണ നമ്മൾ ചിപ്സ് ഫ്രൈ ചെയ്യുന്ന ഗ്രേറ്റർ ഉണ്ടല്ലോ, അതിൽ ഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ ഫില്ലായിട്ട് വരില്ല. അപ്പോൾ ഇത് പൊക്കുമ്പോഴാണ് നല്ല രസം കാണാനായിട്ട്. നമ്മൾ ഓണത്തിന് പൂവിടാനായിട്ട് പൂക്കളൊക്കെ അടർത്തിരിക്കില്ലേ, അതുപോലെ നല്ല രസമായിട്ട് വരുന്നുണ്ട്.
വേരൊന്നും അധികം ഇല്ല കേട്ടോ, കുറച്ച് വേരൊക്കെ ഉള്ളത് കണ്ടോ. വേരല്ലെങ്കിൽ നാര് ഏതെങ്കിലും ഒന്ന്. അതെ, കപ്പയുടെ വേരെന്ന് പറഞ്ഞാൽ കപ്പയുടെ അടിയിലല്ലേ. അപ്പൊ വേരല്ലെങ്കിൽ നാര് എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവരും ഒന്ന് അറിയാവുന്ന ആളുകൾ നമ്മുടെ വീഡിയോയിൽ ശരി ഉറപ്പായിട്ടും എനിക്കത് കൃത്യമായിട്ട് അറിയില്ല. കപ്പയ്ക്ക് വേരുണ്ട് നാരുണ്ട്, അതുകൊണ്ടാണ് കപ്പയുടെ വേരെന്ന് പറഞ്ഞാൽ മണ്ണിന്റെ അടിയിലല്ലേ, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതും ഗ്രേറ്റ് ചെയ്ത് കഴിയട്ടെ. അപ്പോൾ നമ്മുടെ കപ്പത രണ്ടാമത്തേത് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേറ്റർ ഒന്ന് പൊക്കി നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗ്രേറ്റർ പൊക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനെന്ന്. കണ്ടോ, ഹായ്, നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ നമുക്ക് ഇനി കപ്പ മുഴുവൻ പിഴിഞ്ഞെടുക്കണം. ഇനി ഞാൻ കപ്പയൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. കപ്പയുടെ വേരുണ്ടെങ്കിൽ എടുത്ത് മാറ്റാം കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ പുട്ടുണ്ടാക്കി തുടങ്ങാനായിട്ട്. അപ്പോൾ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോ കപ്പയുടെ വേരൊന്നും അങ്ങനെ കാണുന്നില്ല. ഞാൻ ഇടയ്ക്കിടക്ക് മാറ്റിയായിരുന്നു, ഗ്രേറ്ററിൽ തന്നെ ഉടക്കി നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണാനില്ല വേര്. നമ്മുടെ ചീസ് ഗ്രേറ്റ് ചെയ്ത പോലെ ഇരിക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാണ്. നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചെടുത്ത് കഴിക്കില്ല, അതുപോലെ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം. നല്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് കപ്പ പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. കപ്പയിലുള്ള ഈ വെള്ളം മുഴുവനൊന്ന് മാറി കിട്ടുന്ന അത്രയും നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കുക. ഇതുപോലെ കുറച്ച് ബലത്തിൽ പിഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പയിലുള്ള വെള്ളം മുഴുവൻ മാറി കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ കുറേ അരിപ്പൊടി ചേർക്കേണ്ടി വരും. അവസാനം അരിപ്പൊടി പുട്ടാവും, നമ്മുടെ കപ്പ പുട്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാനിത് മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതാ കപ്പയുടെ വെള്ളം മുഴുവൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും വെള്ളമുണ്ട്. ഇതുപോലെയാണ് നമ്മൾ കപ്പ പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. ഇത് കണ്ടോ, ഇത്രയും കപ്പ പിഴിഞ്ഞെടുത്തപ്പോൾ ഈ ഒരു പ്ലേറ്റ് നിറയെ വെള്ളം കിട്ടി. നമുക്കിനി ഈ വെള്ളം മാറ്റി വെച്ചിട്ട് കപ്പയിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കപ്പ ഒന്ന് പതുക്കെ പൊടിച്ചെടുക്കാം. നമ്മളിപ്പോൾ പിഴിഞ്ഞെടുത്തപ്പോൾ ബോളോ അല്ലേ ഇരിക്കുന്നത്. ഇതൊന്ന് പൊടിച്ച് നന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യണം. നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർക്കുന്നതിന് മുന്നേ തന്നെ ആയിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പ് കറക്റ്റായിട്ട് കപ്പയിലേക്ക് പിടിക്കാനാണ് നമ്മൾ ആദ്യമേ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നന്നായിട്ട് വിട്ട് വരും കപ്പ. ഇതുപോലെ കണ്ടോ, നനവ് മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് വിട്ട് നിൽക്കും. ഇനി ഞാൻ ഉപ്പ് ചേർക്കട്ടെ ഇതിലേക്ക്. കപ്പയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ് ചേർക്കട്ടോ. ഒരുപാട് ഉപ്പായിട്ടുണ്ടെങ്കിൽ കപ്പപ്പുട്ട് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏത് റെസിപ്പി ആണെങ്കിലും ഒരുപാട് ഉപ്പായിട്ടുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ 6 ടേബിൾ സ്പൂൺ അരിപ്പൊടി തന്നെ ചേർക്കണം എന്നില്ല. നിങ്ങൾ മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് ഒന്ന് മിക്സ് ആയി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4-5 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താൽ മതി. ഞാനിപ്പോൾ 6 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഒരു കണക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഞാൻ പറയുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ 6 ടേബിൾ സ്പൂണിന് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി വന്നിട്ടുണ്ട്. നമ്മളൊന്ന് ഉപ്പ് ചെക്ക് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിനുണ്ട്, ഒരുപാട് ഉപ്പ് വേണ്ട കേട്ടോ. കപ്പ വെന്ത് വരുമ്പോൾ ഉപ്പൊക്കെ കറക്റ്റായിട്ട് വരും. നമുക്കിനി കുറച്ചായിട്ട് അരിപ്പൊടി ചേർക്കാം. ആദ്യം ഞാൻ ഒരു കൈ നിറയെ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ചുകൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരിപ്പൊടി ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഒന്ന് വിട്ട് കിട്ടണം, അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഉദ്ദേശം ഈ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട്. പിന്നെ കപ്പയ്ക്ക് തമ്മിലൊരു പിടുത്തം വേണ്ടേ, കപ്പയുടെ ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ട് എന്തെങ്കിലും വേണ്ടേ. നമുക്ക് മൈദപ്പൊടിയൊന്നും ചേർക്കാൻ പറ്റില്ലല്ലോ പുട്ടിൽ. അപ്പോൾ പുട്ടുപൊടി കറക്റ്റായിട്ട് മിക്സ് ആയി കിട്ടാനായിട്ട്, പുട്ട് കുത്തുമ്പോൾ അധികം പൊടിഞ്ഞൊന്നും പോവാതിരിക്കാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഇതുപോലെ അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യുമ്പോൾ നാര് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേര് വരുന്നുണ്ടെങ്കിൽ എടുത്തു മാറ്റാം കേട്ടോ. ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് വിട്ട് വരാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി അരിപ്പൊടി ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച അരിപ്പൊടി മുഴുവൻ ചേർത്തിട്ടുണ്ട്. 6 ടേബിൾ സ്പൂണും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നനവൊക്കെ പാകത്തിനായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അപ്പോൾ അരിപ്പൊടി ഒന്നും കൂടി ഒന്ന് കുതിർന്ന് വന്നോളും. വെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കപ്പ പിഴിഞ്ഞത് വേസ്റ്റ് ആയി, കപ്പ പുട്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ വെള്ളം ചേർക്കരുതെന്ന് പറയുന്നത്. ഇതുപോലെ പിടിച്ചു നോക്കുമ്പോൾ
കറക്റ്റ് ആ പുട്ടിൻ്റെ ഷേപ്പിലായി വരുന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റാണ്, പൊടിയുടെ അളവൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലാക്കുക. നമ്മളെല്ലാ പുട്ടും ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഇതുപോലെ ഒന്ന് പിടിച്ചു നോക്കുക. പിടിച്ചു നോക്കുന്ന പിടിയിലാണ് നമ്മുടെ നനവിൻ്റെ കാര്യം ഇരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർക്കാം. നിങ്ങൾക്ക് ഇതിൽ തേങ്ങ ചേർക്കണം എന്നില്ല എന്നുണ്ടെങ്കിൽ തേങ്ങ ചേർക്കണം എന്നില്ല, പക്ഷെ ഇങ്ങനെ തേങ്ങ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ്, കൂടുതൽ ടേസ്റ്റ്. ഞാൻ പറഞ്ഞു വരുമ്പോൾ എപ്പോഴും കുറച്ചുകൂടി നായിപ്പോവും, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കൂടുതൽ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുട്ടിൻ്റെ ടേസ്റ്റ് കൂടുള്ളൂ, തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് 5 മിനിറ്റ് മാറ്റി വയ്ക്കാം. ആ പുട്ടുപൊടിയൊക്കെ ഒന്ന് സോഫ്റ്റായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കാം. വെള്ളം തിളപ്പിച്ചാലല്ലേ നമുക്ക് പുട്ടുണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഞാനൊന്ന് മാറ്റി വയ്ക്കട്ടെ. ഇതുപോലെ ആക്കിയിട്ട് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ മിക്സ് നമ്മളൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫില്ല് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചിരട്ടപ്പുട്ടായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിരട്ടപ്പുട്ടായിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതുപോലത്തെ പുട്ടുകുറ്റിയിലാണ് പുട്ടുണ്ടാക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്ന പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക. ഇത് എത്ര ലെയർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. 3 കഷ്ണം 2 കഷ്ണം. സാധാരണ 3 കഷ്ണമല്ലേ ഉണ്ടാവാറുള്ളത്? സാധാരണ നമ്മൾ ഗോതമ്പുട്ട് ഉണ്ടാക്കുമ്പോഴല്ലേ. ഇത് 3 കഷ്ണമായിട്ട്. അപ്പൊ ഞാൻ 2 ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാൻ പകുതി പൊടി ഇട്ടു, പൊടിയല്ല സോറി, കപ്പ ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് നമുക്ക് അടുത്തത് 3 കഷ്ണമായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ സാധാരണ ഞങ്ങളിവിടെ ഗോതമ്പുട്ട് രാവിലെ ഉണ്ടാക്കുമ്പോൾ 3 കഷ്ണമായിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. അതുകൊണ്ടാണ് ഈ 3 കഷ്ണം എന്ന കണക്ക് വന്നത് കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന്. എപ്പോഴും 3 കഷ്ണങ്ങൾ ഉണ്ടാക്കാറുള്ളത് ഇവിടെ. കഴിക്കണതിന് ക്വാണ്ടിറ്റി ഉണ്ടായാൽ പോരെ. തേങ്ങയും കൂടി കിട്ടും. അത്രയും തേങ്ങയൊക്കെ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. തേങ്ങ ഒരുപാട് കഴിച്ചാൽ കൊളസ്ട്രോൾ വരും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതാ നമ്മൾ പുട്ട് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ചുകൂടി തേങ്ങ വെച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പുട്ടുകൂടത്തിൽ നിന്ന് ആവി വരുമ്പോൾ ഇതങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഒരു 7 മിനിറ്റ് കുക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിനി പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ടുകൂടത്തിൽ നിന്ന് ഇതാ നന്നായിട്ട് ആവി വന്ന് തുടങ്ങുന്നുണ്ട്. നമുക്ക് പുട്ട് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന പുട്ടുകുറ്റി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവി വരട്ടെ. ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറയ്ക്കാം കേട്ടോ. ആദ്യമേ തന്നെ ഫ്ലെയിം കുറയ്ക്കരുത്. അപ്പോൾ നന്നായിട്ട് ആവി വന്നു കഴിയുമ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് ഒരു 7 മിനിറ്റ് വെക്കുക. ഞാനിപ്പോൾ അടച്ചു വെക്കുകയാണ്. ഇനി പുട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ പുട്ട് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലെയിം കുറച്ച് വയ്ക്കാം. എനിക്കിനിയിപ്പോൾ അടുത്ത പുട്ടും കൂടി ഉണ്ടാക്കേണ്ടതുകൊണ്ട് ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. നമുക്കിനി പുട്ട് കുത്തിയെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്കാണ് നമ്മൾ പുട്ട് കുത്തിയെടുക്കുന്നത്. നമ്മുടെ കപ്പ പുട്ട് റെഡിയായി നല്ല സുന്ദരിയായി വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള പുട്ടും ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ പുട്ട് ഇതാ റെഡിയായി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ കറക്റ്റായിട്ട് ചേർക്കുമ്പോഴാണ് ഇതുപോലെ പൊടിഞ്ഞു പോവാതെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക. ഇല്ലെങ്കിൽ കറക്റ്റ് ആവില്ല കേട്ടോ. കപ്പ മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ പുട്ടുണ്ടാക്കുന്നത് കപ്പപ്പൊടി ഉപയോഗിച്ചിട്ടാണ്. അതിൽ അരിപ്പൊടി ചേർക്കണം എന്നില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കും, നന്നായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ കറക്റ്റായിട്ട് കപ്പ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള പുട്ടും കൂടി ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ പുട്ടെല്ലാം നല്ല സുന്ദരി കുട്ടികളായിട്ട് റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട് കഴിക്കാൻ പാകത്തിന്. അപ്പോൾ ഞാനിവിടെ വെച്ചിരിക്കുന്നത് നമ്മുടെ വൻപയർ കറിയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വൻപയർ കറി ഉണ്ടല്ലോ, ആ വൻപയർ കറിയാണ്. വൻപയറിൽ നമ്മൾ പെരിഞ്ചീരകമൊക്കെ ചേർത്തുണ്ടാക്കിയതുകൊണ്ട് പുട്ടിൻ്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും കപ്പപ്പുട്ട് ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. പുട്ട് തീർന്നു തുടങ്ങും ഇപ്പോൾ തന്നെ. ഞാനിനി വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, ഇല്ലെങ്കിൽ പുട്ടിൻ്റെ അളവ് കുറയും. അപ്പോൾ നിങ്ങളെല്ലാവരും പുട്ടുണ്ടാക്കി കഴിച്ചിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുക്കിംഗ് റെസിപ്പീസുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.